ഞങ്ങൾ എനിക്കെന്താ കേൾക്കണ്ടേ? ഞാൻ ഇന്നലെ രാത്രി 3 മണിക്ക് നായ്ക്കൾ 2-3 കോഴിക്കളെ കൊണ്ടുപോയി. ഞാൻ അറ്റങ്ങളെ പൊന്നുമാരി വളർത്തണ്ട. എങ്ങനെയത് കൊണ്ടുവന്നാൽ എനിക്ക് യാതൊരു കൊടുത്തില്ല. ഗിൽസ് വെച്ചോ വയറിട്ടിക്കണ് ഉറപ്പുള്ള കമ്പിയാണല്ലോ. ആ അതാ പറഞ്ഞത്. ഇത് പഠിച്ചൊക്കെ പൊട്ടിച്ചില്ലേ? ആ ഇവിടെയാണ് തുറന്നിട്ടുണ്ട്. കമ്പി ആക്കിയുണ്ട്. എത്ര കൊണ്ടുപോയി? അതാ 3 കൊണ്ട് കടിച്ചു പൊടിച്ചാൽ ഈ വല ഇതൊന്നും യാതൊരു കാര്യമില്ല കേട്ടോ. മാത്രല്ല ഇവിടെ നല്ല ചെന്ന് കാവൽ കിടക്കാം. നിവർത്തില്ല. എന്തായാലും അറ്റങ്ങളെ കുടിച്ചിട്ടേ അടങ്ങുള്ളൂ. ഇതോക്കണേ ഞാൻ എപ്പാണ്ട് വരട്ടാ. ഞാൻ ആചാര പെരി വെക്കണമെന്ന് വരാം. പെരുന്നാളൊക്കെ അല്ലേ, എത്തേ കിട്ടുമോ നോക്കട്ടെ ട്ടാ. ഇനിയിപ്പോൾ പെരുന്നാളൊക്കെ അല്ലേ വരണ്ടേ. എന്തെങ്കിലും ഒരു 10 റുപ്യേൻ്റെ കായ് കിട്ടിയാലേ. ആ അപ്പോൾ വേറെത്തൊക്കെ എങ്ങനെയാണ്? ഒരുപാട് നേരത്തെ എത്തേണ്ടതല്ലേ. നല്ല ബ്ലോക്കാ ചുരത്തമ്മല്. ബ്ലോക്ക്. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആ കേട്ടിരിക്കാൻ വേണ്ടിപ്പാ ഇതിപ്പോ കുറെ കല്ലേ കണ്ടിട്ട് അൽഹംദുലില്ലാ റായത്താണ്. നമ്മുടെ മൂത്താപ്പന്നെ വേണം. ഓനെ കൂടുതൽ ചായത്തോട്ടം ഒക്കെ ഉള്ള ഗൾഫാണ്. അപ്പൊ ഒന്നല്ല, അപ്പൊ ഒന്ന് നിങ്ങളാ പെരുന്നാളൊക്കെ അല്ല, അപ്പൊ ഒന്ന് കണ്ടുകാണ്ട് പോവാച്ചിട്ട് വന്നാണ്. അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല. ആയിക്കോട്ടെ. അതിനിപ്പോ നമുക്ക് അങ്ങനെ ഒരു മാമൂലി ഉണ്ടല്ലേ. ആൾക്കാരെ മറന്നു ഒരു കാര്യ. വേറെ ഇപ്പൊ പെരുന്നാളൊക്കെ അല്ലേ. ഈ പെരുന്നാളൊക്കെ ഉത്സവമായിട്ട് ആഘോഷിച്ചോ. എന്നിട്ട് ഇനി ഏതല്ലായി വന്നു നമുക്ക് നോമ്പ് മോണ്ട് പോത്തുകുട്ടിയുണ്ട്, ചെറിയ പോത്തുകുട്ടിയുണ്ട്. നമുക്ക് ഇനി വേറെ കല്യാണം ആലോചിക്കാം. അച്ഛൻ്റെ നല്ല കുട്ടി നല്ല മനസ്സിലായി. ആ ഒരു കാര്യം മറന്നു. എന്തെങ്കിലും അയൽവാസി കുട്ടിപ്പാന്റെ പാട്? അതടാ ഒരു പരിങ്കല്ലാണ്. ഒരാഴ്ച മുന്നേ അങ്ങാടി കണ്ടീനെ പോലാ. ഇന്നലത്തെ അങ്ങാടിയില് പിന്നെ 2-3 ആൾക്കാരായിട്ട് ഒച്ചപ്പാടും ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതെന്തൊക്കെ പൈസന്റെ ഇടപാടൊക്കെ പോയി കഴിയാന്നല്ലേ. അങ്ങനത്തെ ഒരു കണ്ടീഷനാണ്. അത് ശരി. ഞാൻ വിശദമായിട്ടാണ് പിന്നെ പറഞ്ഞത്. ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ കേട്ടോ. ആ എന്നായിക്കോട്ടെ എന്നായിക്കോട്ടെ. എന്നാ ഞാൻ പോയിട്ടാ. ആയിക്കോട്ടെ. പെരുന്നാൾ ഉസാറായി. ഞാൻ തിന്ന് പള്ളർച്ചൂടെ ഇതാണ് എനിക്ക് അങ്ങാടിക്ക് പോകാനെ. ഒരു സാധനം വാങ്ങില്ല വെച്ചോണ്ടോ അല്ലേ മാനിപ്പാ 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 അവിടെ ഞാൻ അർജന്റായിട്ട് പോണേ. ഇജ്ജ് അവിടെ നിൽക്കാം മാനിപ്പാ. എനിക്ക് എന്നോട് കാര്യം പറയാണ്ട് അവിടെ നിൽക്കാനിപ്പാ. പിന്നെ ഇതൊക്കെ എന്റെ പരിപാടിയൊക്കെ ഇപ്പൊ നടക്കുന്നുണ്ടാ? പരിപാടിയൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് പരിപാടിയൊക്കെ നടക്കുന്നുണ്ടാ? അജ്ജ് പോർക്ക് പോയിന്റെ ഞാൻ നമ്മൾ ആചാര്യത്ത് പോയത് പെരുന്നാളൊക്കെ 10 റുപ്യേന്റെ കായ് കിട്ടിയ പൈസ കിട്ടിയാ? കിട്ടിയോ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇതൊക്കെ ഇച്ചിപ്പ എന്നോട് കാര്യം പറയാണ്ട് ഇങ്ങോട്ട് പാടേ. ഇച്ചിപ്പ എന്നോട് കാര്യം പറയാണ്ട്. എനിക്ക് അറിയില്ലപ്പ നമ്മളെ പെരീത്തെ സ്ഥിതി. 10-15 കൊല്ലായില്ലേ എന്റെ കുട്ടി. ആ 2 കുട്ടികളായിട്ട് വന്നിക്കണം. ഓന്റെ കെട്ടിയവന് 10-15 കൊല്ലായി. ഓന് ഒരു വിവരവും ഇല്ലല്ലോ. അപ്പൊ എനിക്ക് ഞാൻ മരിച്ചതിന് മുമ്പ് ഓളൊന്ന് കെട്ടിച്ചണം. അതിനിപ്പോ നല്ല ചൊഗുള്ളതെന്ന് പറയാം. പിന്നെ ചെലവൊക്കെ നല്ലോണ്ട്. ഞാൻ ഇവിടെ പെരിയിലുണ്ട്. പിന്നെ വേറെ സ്ഥലത്ത് പോയി വാങ്ങിയിട്ടിക്കണം. പിന്നെ പണ്ടും അത്യാവശ്യത്തിനുണ്ട്. പൈസ നമുക്കൊരു വിഷയമല്ല. നല്ല ചെക്കന്മാരും കിട്ടുകയാണെങ്കിൽ കൊള്ളട്ടെ. ആ ഇതൊക്കെ ഇനിയിപ്പോ എന്റെ ഭാഗത്ത് എനിക്ക് പെരുന്നാക്കായി കിട്ടില്ല. ഇതടച്ചോ ആയിക്കോട്ടെ. ഞങ്ങൾക്ക് വിളിച്ചിട്ടുണ്ട്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. നല്ല നോക്കട്ടെ. പൂച്ചലോണ്ട് ഭയങ്കര ശല്യം. നിങ്ങൾ എത്ര കെട്ടിക്കഴിഞ്ഞാലും അത് തുറന്നിട്ടാണ്ട് പോവുകയും ചെയ്യും. എന്റെ കാര്യം എന്തായി? ഇത് കുറച്ച് പൈസക്ക് ഞാൻ നിങ്ങൾ എന്ത് പറഞ്ഞ കാര്യമില്ല. ഞാൻ നിങ്ങൾക്ക് പൈസ തരുമ്പോ എന്താ പറഞ്ഞില്ലേ? ഒരു 2 മാസം കൂടെ എനിക്ക് അറിയാമായിരുന്നു. 2 മാസം ഞാൻ ഈ കൊടുക്കാനുള്ള ആളുകളോട് ഞാൻ എന്താ പറയാ പറയും. ഞാൻ ഈ പൈസ കൊടുക്കാനുള്ള ആളുകളോട് ഞാൻ എന്താ പറയാ പറഞ്ഞു. അതല്ല ഞാനിതപ്പോ അങ്ങാടിക്കില്ലേ. ശരിയാണ്. ഞാൻ എന്റെ അടുത്ത് വേറെ അതുപോലെ എന്റെ പൈസയും വേറെ എന്റെ സുഹൃത്തിന്റെ പൈസ വാങ്ങി തന്നല്ലേ. പല ബിസിനസ് ചെയ്തു നോക്കി എല്ലാം ഞാൻ നിങ്ങള് പൈസ തീരുമാനമാക്കി തരണം. പിന്നെ ഇന്ന് 19-ാം തീയതിയാണ്. അടുത്ത മാസം 19-ാം തീയതി എനിക്ക് വൈകുന്നേരം 4, 4:30, 5 മണിയാകുമ്പോൾ പൈസ കിട്ടണം. അതിനുള്ള പരിപാടി എന്താ ചെയ്യാം. ഞാൻ ഇപ്പൊ തൽക്കാലം പോവുകയാണ്. ഞാൻ ഇപ്പൊ വന്ന മാറി ആവില്ല. ഞാൻ ഇനി അടുത്ത വരവ് ഇല്ല. പൗതിക്ക് ഫുള്ള് പൈസ വേണം. മനസ്സിലാക്കണം. ഞാൻ ഇപ്പൊ തൽക്കാലം പോവാണേ. ഇനി എന്റെ വരവ് ഇങ്ങനെ ആവില്ല. അടുത്ത മാസം 19-ാം തീയതി മറക്കണ്ട. ഇനി മേലാൾക്ക് ഞാൻ ഒരു മനുഷ്യന്മാർക്ക് ഇനി ഇടപാടിന്റെ പരിപാടിയില്ല. കച്ചവടം ചെയ്യാൻ വേണ്ടി കൊടുത്ത് കുടുങ്ങിയതാണ്. വല്ലാതെ അത് കൊടുക്ക്. കൂട്ടിപ്പാ
എന്തിപ്പത് ആരവിടെ വന്നുകൊണ്ട് ഒച്ചപ്പാടുണ്ടാക്കിയാണ് പോയി എന്തിപ്പോ സംഗതി? ഒന്നുമില്ല, ഞാനേ എത്ര നിങ്ങള് പിന്നെ നാട്ടുകാരെടുത്തുനിന്ന് മുഴുവൻ കായും കണ്ട് ബിസിനസ് തുടങ്ങിയേക്കുക? അതല്ല, ഞാൻ ചെറിയൊരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി മൂപ്പരിന് കുറച്ച് പൈസ വാങ്ങി. പൈസ നമ്മൾ ആ ബിസിനസ് കുറച്ച് ആൾക്കാരെ നമ്മളെ പൈസ പറ്റിച്ചാൽ കുറച്ച് പൈസ കടായി. ശരി. അപ്പൊ ഞാൻ മൂപ്പർക്ക് 2 മാസം അവധി പറഞ്ഞു. മൂപ്പർക്ക് അവധി 2 മാസം പറ്റൂല, 1 മാസം കൊണ്ട് പൈസ കൊടുക്കുന്നത്. ഇപ്പൊ എനിക്ക് അങ്ങാടിയിൽ നിന്ന് പുറത്തേക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥ. ഇപ്പൊ എന്താ പറയുക, കടയില്ലാത്ത മനുഷ്യന്മാരില്ല. ഒക്കെ ശരിയാവും. എന്നായിക്കോട്ടെ, ഞാൻ പോയിട്ടാ. ആ മറ്റേ സംഗതി ഇപ്പൊ മൂപ്പരോട് ചോദിച്ചു നോക്കിയ പറ്റുമോ മൂപ്പർക്ക്? ഏതായാലും ചോദിച്ചു നോക്കാം. ഇവിടെ എന്നാണേ ഒരു കാര്യം പറയണ്ടേ? നിങ്ങൾക്ക് നിങ്ങളെ കടവും വീടും ആ കുട്ടിക്ക് ഒരു ജീവിതമാവും ചെയ്യും. ഞാൻ പറഞ്ഞു എന്നുള്ളൂ. നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യാം. എന്തോ ഉദ്ദേശിക്കുന്നത്? ഇങ്ങോട്ട് വരും, ഞാൻ പറഞ്ഞുതരാം. എന്താ സംഭവം പറയും. നമ്മളെ ഒരു ആചാരുണ്ട്, മൂപ്പർക്ക് ഒരു മോളുണ്ട്. 15 കൊല്ലമായിട്ട് പെരിയിലാണ്. 2 കുട്ടികളുണ്ട്. പിന്നെ പെണ്ണിനാണെങ്കിൽ കണ്ടമാനം മുതലുണ്ട്, ആചാർക്കും ഉണ്ട്. അത് ആ കല്യാണം നടത്തി കഴിഞ്ഞാല് നിങ്ങൾക്ക് നിങ്ങളെ കടം വീട്ടും ചെയ്യാം, ആ കുട്ടിക്കൊരു ജീവിതമായും ചെയ്യും. മാനോ, പേരയിലാണെങ്കിൽ പേരയിൽ ഒരു സ്വസ്ഥതയില്ല. അങ്ങാടി പോയാൽ അങ്ങാടി നിന്നാണെങ്കിൽ കടക്കാരെ കൊണ്ട് ഒരു വഴിയില്ല. എന്നിട്ട് ഞാനിപ്പോ പെണ്ണ് കെട്ടിയും കൂടെ ഞാൻ എവിടെ കൊണ്ടിടാൻ ഇതെല്ലാം കൂടെ? നിങ്ങൾക്കെല്ലാം കൂടെ അലക്കമത്തെ പരിപാടി